ഹലോ, നമസ്കാരം. വ്ളോഗിലേക്ക് നമ്മൾ കുറേ നാളത്തിന് ശേഷമായിട്ടാണ് വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. കുറേ ചെറിയൊരു പരിക്ക് പറ്റിക്കായിരുന്നു, കാലിൻ്റെ സ്കൂട്ടി മറിഞ്ഞിട്ടേ. അപ്പോൾ അതിന് മാവൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം 10 ദിവസമായി. ഇപ്പം ആദ്യമായിട്ടൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളെ പോത്തുകുട്ടന്മാരുടെ വിശേഷമായിട്ട് പോത്തുകുട്ടികളെയൊക്കെ നോക്കാൻ ഒരാളെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. അതൊക്കെ ഉഷാറായിട്ട് നോക്കിയിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അവർക്ക് തീറ്റ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അതിപ്പോൾ നമ്മൾ കൊടുക്കുന്ന തീറ്റയിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കൊടുക്കുന്നത് തവിട്, ചോള തവിട്, ഗോതമ്പ് തവിട്, കോഴിത്തീറ്റ സ്റ്റാർട്ടർ, ഇതാണിപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് ആണിപ്പോൾ പറയുന്നത്. ഒരു പറ്റൂലെന്നും പല അഭിപ്രായം പലരും പല വീഡിയോയിലും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ കൊടുക്കലുണ്ട് കേട്ടോ. നല്ല റിസൾട്ടും കിട്ടും, പോത്തുകൾ നല്ലോണം വലുതാവും ചെയ്യും. ചൂടുകാലത്ത് പ്രത്യേകിച്ചും കൂടുതലൊന്നും കൊടുക്കലില്ല. 6 കിലോ 5 കിലോനൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ 1 കിലോ 6 ആൾക്ക് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഇവർ നല്ലപോലെ വെള്ളം കുടിക്കും. വെള്ളം കുടിക്കാനൊരു മടി ഉണ്ടാവില്ല. ഇത് ഇട്ട് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഫസ്റ്റിലൊക്കെ കൊടുക്കുമ്പോൾ തിന്ന് ശീലിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. ഈ ഇരിക്കുന്നതാണ് കോഴിത്തീറ്റ. ഇത് 5 കിലോനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നിപ്പോൾ 1 കിലോനാണ് ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്. 1 കിലോ കണക്കാക്കിയിട്ട് ഈ 6 കിലോ തവിടിൽ കൂട്ടി മിക്സ് ചെയ്യും. 2 പ്രാവശ്യമായിട്ടാണ് വൈകുന്നേരവും രാവിലെയാണ് ഇത് കൊടുക്കുക. അപ്പോൾ ഈ തവിടാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ആദ്യത്തിന് മുമ്പ് ഞാൻ വേസ്റ്റ് റൈസാണ് കൊടുത്തിരുന്നത്. അതത്ര ഇത് പോരാ, വേവിക്കും വേണം. പിന്നെ ഇതിൻ്റെ അത്ര പെട്ടെന്ന് അത്ര ഗുണം പോരാ. അത് വെള്ളം കുടിക്കാൻ ഇതാണിപ്പോൾ നല്ലത്. ഇതാണ് കോഴിത്തീറ്റ ഇരിക്കുന്നത്, കോഴിത്തീറ്റ സ്റ്റാർട്ടർ. ഇത് ഞാൻ കൊടുത്തിരുന്നതാണ്. ഇതിന് എനിക്ക് കൊടുക്കുന്നതിനൊരു പേടിയും പേടിക്കണ്ട. പലരും പറയും അത് കൊടുക്കാൻ പറ്റില്ല, കോഴിത്തീറ്റ അങ്ങനെ. കോഴിത്തീറ്റയിൽ നല്ല വിറ്റാമിനുള്ള സാധനങ്ങളാണ് ഇതിൽ ചേർക്കുന്നത്. സോയാബീൻ്റെ ഇതും അതുപോലെ ഉണക്കമീൻ അങ്ങനെയുള്ള സാധനങ്ങളാണ് ചേർത്താണ് ഈ കോഴിത്തീറ്റ ഉണ്ടാക്കുന്നത്. അത് നല്ല വിറ്റാമിനുള്ളതാണ്. അപ്പോൾ അത് കൂടുതലൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് നല്ലോണം തീറ്റ എടുക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. കുറേശ്ശെ കൊടുക്കുകയാണെങ്കിൽ നമ്മളൊരു അനുഭവമാണത്. ആദ്യം ഞാനൊരു പോത്തുംകുട്ടിക്ക് സ്ഥിരമായിട്ട് കൊടുത്തിരുന്നു 1/2 കിലോ ഒരു ദിവസം, 1 കിലോ തവിടും 1/2 കിലോ കോഴിത്തീറ്റയും. അങ്ങനെ 11 മാസം നോക്കിയപ്പോൾ വലിയ പോത്തായി. ചെറിയ കുട്ടീനെ മേടിച്ചായിരുന്നു. ഡെയിലി കൊടുക്കുമായിരുന്നു. ആ കടയിൽ നിന്ന് തൂക്കിയെടുത്ത് കൊണ്ടുവരും. നമ്മളെ സ്വന്തം കടയായിരുന്നു. 1/2 കിലോ കോഴിത്തീറ്റയും 1 കിലോ തവിടും 2 കൂടി മിക്സ് ചെയ്ത് വേവിച്ച് രാവിലെ ഒരു നേരം മാത്രമേ അവനത് കൊടുത്തിരുന്നുള്ളൂ. ഇപ്പോൾ പിന്നെ 2 നേരമാക്കിക്കാണ്. നല്ലപോലെ വെള്ളം കൂട്ടിയിട്ട് അങ്ങനെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത് ഇതാണ് കോഴിത്തീറ്റ, 1 കിലോ തവിട്, 6 ആൾക്ക് 2 നേരത്തിനും കൂടി 5 കിലോ. ഇതാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന തീറ്റ. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളും ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇത് വളരെ നല്ലതാണ്. വേനൽക്കാലത്ത് തീറ്റ എടുക്കാനും വെള്ളം കുടിക്കാനും വളരെ നല്ലതാണ്. ഈ കാണുന്നതാണ് നമ്മൾ കൊടുക്കുന്നത് കോഴിത്തീറ്റ സ്റ്റാർട്ടർ. 48 റുപ്യാണ് 1 കിലോ വില. ചില്ലറ എടുക്കുമ്പോൾ, ചാക്ക് എടുക്കുമ്പോൾ അതിലൊക്കെ വേറെ കുറവുണ്ടാവും. പക്ഷേ നമ്മൾ ചില്ലറയാണ് എടുക്കുന്നത്. അപ്പോൾ 5 കിലോ 10 കിലോ അങ്ങനെ മേടിക്കുക. 5 കിലോ അതിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഇതുവരെ ഞാൻ വേസ്റ്റ് റൈസേ കൊടുത്തിരുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല ചൂടായില്ലേ, വെള്ളം നല്ലോണം കുടിക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ട്രിക്ക് ചെയ്തെങ്കിലേ വെള്ളം നല്ലോണം കുടിക്കുള്ളൂ. ഇത് ഇട്ടിട്ട് ഒരു തൊട്ടി വെള്ളം കൊടുത്താലും ഇവർ കുടിക്കും. വെള്ളം നല്ലോണം കുടിക്കുകയും ചെയ്യും, വൈക്കോൽ നല്ലോണം തിന്നുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയ രീതിയാണ് ഇപ്പോൾ അത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കോഴിത്തീറ്റയും തവിടും ഉപയോഗിച്ച ഇതാണ്. ഇതിലിപ്പോൾ 4 കിലോ തവിടും 3/4 കിലോ കോഴിത്തീറ്റയാണ്. ഇതിനി വെള്ളം ചേർത്തിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്. ഉച്ചയിട്ടിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ഇത്. രാവിലത്തെ ഇവർക്ക് വേറെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയിട്ടിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ഈ കൊടുക്കാൻ പോകുന്നത്. ഇതാണ് ഇന്ന് കൊടുക്കുന്നത്. ഇത് 4 കിലോ തവിടുണ്ട്, 3/4 കിലോ കോഴിത്തീറ്റയുണ്ട്. ഇങ്ങനെ കൊടുക്കൂല, നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുക ചെയ്യുക. ഇനി വൈക്കോലൊക്കെ നല്ലോണം തിന്നത് കൊടുത്തു കഴിഞ്ഞാൽ കോഴിത്തീറ്റ കുറച്ച് കിട്ടിയാൽ നല്ല വിശപ്പുണ്ടാവും ഇവർക്ക്. അപ്പോൾ വൈക്കോൽ നല്ലോണം തിന്നോളും. ശരി.
അങ്ങനെ പരന്നു കൊടുത്താൽ മതി. വീഡിയോ ഇവിടെ നിർത്താൻ പോവുകയാണ്. ഈ മറ്റേ ചെറിയ പൂത്തളത്തൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് വീഡിയോ കൂടുതൽ നീളം കൊണ്ടുപോകും. അതുകൊണ്ട് ഇന്ന് ഈ വലിയ പൂത്തള വിശേഷങ്ങളായിട്ട് ഇവിടെ നിർത്തുകയാണ്. നാളെ ഇനി വീണ്ടും വരും. നമ്മളെ പുതിയ ചെറിയ പോത്തുകുട്ടികളെ വിശേഷമായിട്ട് എല്ലാവർക്കും നമസ്കാരം.